തിരുവനന്തപുരത്ത് വർക്കലയിൽ സിപിഐഎം പ്രവർത്തകൻ ഷാജഹാനെ ലഹരി മാഫിയ കൊലപ്പെടുത്തിയ സംഭവത്തിൽ സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രതികൾക്കായി പോലീസ് തിരച്ചിൽ തുടരുന്നു. സാധുവായ പാർട്ടി പ്രവർത്തകനെയാണ് ലഹരി മാഫിയ കൊലപ്പെടുത്തിയതെന്നും വിഷയത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നുവെന്നും സിപിഐഎം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ജോയ് പറഞ്ഞു. സിപിഐഎം പ്രവർത്തകൻ ഷാജഹാനെ ലഹരി മാഫിയ കൊലപ്പെടുത്തിയ സംഭവത്തിൽ സ്പെഷ്യൽ ടീമിനെ പോലീസ് നിയോഗിച്ചു. വെട്ടൂർ സ്വദേശികളായ ജാസിം, ഹായിസ്, നൂഹ്, സെയ്ദലി, ആഷിർ എന്നിവരാണ് പ്രതികൾ. ഇതിൽ 5ാം പ്രതിയായ ആഷിറിനെ പോലീസ് അന്ന് രാത്രി തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ബാക്കി 4 പ്രതികളും ഒളിവിലാണ്. സെയ്ദലി നിരവധി ക്രിമിനൽ കേസിലെ പ്രതി കൂടിയാണ്. സാധുവായ പാർട്ടി പ്രവർത്തകനെയാണ് ലഹരി മാഫിയ കൊലപ്പെടുത്തിയതെന്നും വിഷയത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നുവെന്നും സിപിഐഎം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ജോയ് പറഞ്ഞു. യഥാർത്ഥത്തിൽ അവരുടെ ഷാജഹാന്റെ വീടുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിലെല്ലാം ഇടപെടുന്നത് ഞങ്ങളാണ്. അവിടുത്തെ CPM ആണ്, പാർട്ടിയാണ് ഇടപെടുന്നത്. ഇപ്പോ ഒരു മുതലെടുപ്പിന് വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ ഒരു പഞ്ചായത്ത് മെമ്പർ വനിതയെ മുൻനിർത്തി കോൺഗ്രസ് പരിശ്രമിക്കുകയാണ്. പ്രതിയെ പിടിക്കട്ടെ, പ്രതിയെ പിടിക്കുമ്പോൾ അറിയാം രാഷ്ട്രീയമായിട്ട് ഏത് ഭാഗത്താണ് അവർ നിന്നത് എന്നതിനെ സംബന്ധിച്ച് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. ഇവർക്കെല്ലാം, ഈ ക്രിമിനൽ സെറ്റുകൾക്കെല്ലാം ആവശ്യമായിട്ടുള്ള സഹായം ഒളിഞ്ഞും തെളിഞ്ഞും നൽകുന്നത് അവിടുത്തെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ചില നേതാക്കന്മാരാണ്. അത് വെളിച്ചത്ത് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പള്ളിയുടെ പരിസരത്ത് ഷെഡ് കെട്ടി മദ്യപാനം നടത്തിയ പ്രതികളെ ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യത്തിലാണ് പ്രതികൾ ഷാജഹാനെ കൊലപ്പെടുത്തിയത്. പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് ബന്ധുവായ റഹ്മാന്റെ സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോകുമ്പോൾ തടഞ്ഞു നിർത്തിയായിരുന്നു ഷാജഹാനെ ആക്രമിച്ചത്. ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് തലക്കടിച്ചു വീഴ്ത്തി. തുടർന്ന് വടിവാളും ഇരുമ്പ് കമ്പിയുമായി 2 പേരെയും മാരകമായി ആക്രമിച്ചു. തലയ്ക്ക് ആഴത്തിൽ മുറിവേറ്റ ഷാജഹാനെ വർക്കല താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.